ഹായ് ഫ്രണ്ട്സ്, പത്രമാറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശ് മുത്തശ്ശനോട് പറയുന്നുണ്ട്, എന്തായാലും ഈ ഡീല് നമ്മൾ നേടിയെടുത്തിരിക്കും. അപ്പോൾ ജയനും അതേ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്, നേടിയെടുക്കണം ആദർശ്, ഇത് നമ്മുടെ ഒരു വാശി കൂടിയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ആ ഡേവിഡിന് നമ്മളോട് ഒരിക്കലും ഒരു ശത്രുത വരേണ്ട കാര്യമില്ല. അയാളെ ഇതിനു മുമ്പ് സ്വർണത്തിൻ്റെ ഒരു ബിസിനസ്സിലും ഒരു പരിചയവും എനിക്കില്ല. പിന്നെന്തിനാണ് അയാൾ നമ്മളോട് ഈ ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തുന്നതും നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്നതും? അപ്പോൾ ഇതിൻ്റെ പിന്നിൽ മറ്റാരോ കളിക്കുന്നുണ്ട്, നമ്മളെ അറിയാവുന്ന നമ്മളോട് ശത്രുതയുള്ള ആരോ എന്നിങ്ങനെ പറയുകയാണ് മുത്തശ്ശൻ. അപ്പോൾ അജയനും ആദർശമൊക്കെ പറയുന്നുണ്ട്, ശരിയാണ് മുത്തശ്ശ, അത് ആരാണെന്ന് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ കണ്ടെത്തണം. അങ്ങനെ കുറെ ഉപദേശിച്ചൊക്കെയാണ് ആദർശിനെ മുത്തശ്ശൻ വിടുന്നത്. ഇതൊരു അമേരിക്കൻ കമ്പനിക്ക് വേണ്ടി വന്ന ഒരു ഓഫറാണ്. അത് കുറേ സ്വർണ്ണങ്ങളും അതേപോലെ ഡയമണ്ടുകളും അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് പരിശോധിച്ച് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. അതിന് വേണ്ടിയിട്ടൊരു കൊട്ടേഷൻ ആദർശം കൊടുത്തിട്ടുണ്ട് മൂർത്തീസ് ജ്വല്ലറിക്ക് വേണ്ടി. അതുപോലെ മറ്റ് പല ജ്വല്ലറികളും ഇന്ത്യയിലുള്ള പല ജ്വല്ലറികളും ഇതിനു വേണ്ടി കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അമേരിക്കൻ കമ്പനി വന്നിട്ട് അവരുടെ രീതിയിലുള്ള ടേസ്റ്റിനനുസരിച്ചുള്ള സ്വർണവും ആഭരണങ്ങളും ഒക്കെ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ പ്യൂരിറ്റിയും ക്വാളിറ്റിയും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. പ്യൂരിറ്റിയുടെ കാര്യത്തിലും അതേപോലെ ക്വാളിറ്റിയുടെ കാര്യത്തിലും ഒന്നും മൂർത്തീസ് ജ്വല്ലറി ഒട്ടും പുറകിലല്ല. എത്രയൊക്കെ പരസ്യങ്ങൾ കൊടുത്തില്ല എന്ന് പറഞ്ഞാലും അതുപോലെ സോഷ്യൽ മീഡിയ ചുറ്റിപ്പറ്റി നടന്നില്ലെങ്കിലും മൂർത്തീസ് ജ്വല്ലറിക്ക് ഒരു പാരമ്പര്യമുണ്ട്, കലർപ്പില്ലാത്ത സ്വർണം നൽകുന്ന പാരമ്പര്യം. അങ്ങനെ മുത്തശ്ശൻ ആദർശനോട് അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ വിശ്വസ്തത നഷ്ടപ്പെടുത്താൻ നമ്മുടെ ശത്രുക്കൾ പല തവണയായിട്ട് ശ്രമിക്കും, എന്നാൽ ഒരിക്കലും അത് നഷ്ടപ്പെടുത്തരുത്. അതിനുവേണ്ടി കഠിന പരിശ്രമം തന്നെ നടത്തണം. കാരണം ഇതുകൊണ്ട് കോടികളുടെ ലാഭം ഉണ്ടാക്കുക എന്നത് മാത്രമല്ല, ഇത് മൂർത്തീസ് ജ്വല്ലറിയുടെ അഭിമാനം കൂടിയാണ്. നമ്മളെ തകർക്കാൻ വേണ്ടി നടക്കുന്ന ആ ജ്വല്ലറിക്കാര് ഒരിക്കലും അവർക്ക് ഈ ടെൻഡർ കിട്ടാൻ പാടില്ല എന്നൊക്കെ മുത്തശ്ശൻ ആദർശനോട് പറയുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ശരി മുത്തശ്ശ, എന്തൊക്കെയാണെങ്കിലും ഞാൻ ഇതൊക്കെ നോക്കിക്കണ്ടും തന്നെ ചെയ്തുകൊള്ളാം. ദുബായിലെ കേസിൽ നിനക്ക് പല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ട്, എന്നാൽ ഈ ഒരു കാര്യത്തിൽ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് സംഭവിക്കാൻ പാടില്ല. അപ്പോൾ ആദർശ് പറയാണ്, ഒരിക്കലുമില്ല മുത്തശ്ശ, മുത്തശ്ശൻ ഇരുന്ന കാലത്തും ഞാൻ ഇത്രയും നാളും ഇരുന്ന കാലത്തും ഇങ്ങനെയുള്ള ഒരു പ്രശ്നമോ ഒരു ശത്രുക്കളോ നമുക്കിതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇതിനിടയിൽ ആരോ നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ അതൊക്കെ നോക്കിക്കണ്ടും തന്നെ ചെയ്തോളാം. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും മുംബൈക്ക് പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും നീ ശ്രദ്ധിക്കണം. അങ്ങനെ ആദർശ് അതിന് എല്ലാം വേണ്ടി റെഡിയായിരിക്കുകയാണ്. ആദർശ് ഒരു ബിസിനസ് ട്രിപ്പിന് വേണ്ടി മുംബൈയിലേക്ക് പോവുകയാണ്. അങ്ങനെ ആ അമേരിക്കൻ കമ്പനി പർച്ചേസ് ചെയ്യാനായിട്ട് വരികയാണ്. കുറേ ജ്വല്ലറിക്കാരെ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി തന്നെ മൂർത്തീസ് ജ്വല്ലറി അതിനു വേണ്ടിയിട്ടുള്ള കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. മൂർത്തീസ് ജ്വല്ലറിക്ക് തന്നെ ഈ കൊട്ടേഷൻ കിട്ടണം. ചതിലൂടെയും തട്ടിപ്പിലൂടെയും ഒന്നും ഈ കൊട്ടേഷൻ മറ്റാരും കൊണ്ടുപോകരുത്. അതാണ് മുത്തശ്ശൻ്റെ ഒരു നിർബന്ധം. മുത്തശ്ശൻ തന്നെ പറയുന്നുണ്ട്, പരമ്പരാഗതമായിട്ട് പവിത്രമായ സ്വർണ്ണങ്ങൾ മാത്രമാണ് മൂർത്തീസ് ജ്വല്ലറിയിലൂടെ കൊടുക്കുന്നത്. അത് അവർക്കും അറിയാം. അത് അവർക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടാൽ ഈ കൊട്ടേഷൻ നമുക്ക് തന്നെ അവർ തരൂ, അല്ലാതെ ഒരു ജ്വല്ലറികൾക്കും അത് കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് ആദർശിനെ മുത്തശ്ശൻ യാത്രയാക്കുന്നുണ്ട്. അതിനുശേഷം അജയനോടും ജയനോടൊക്കെ പറയുന്നുണ്ട്, എന്തായാലും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇതിൻ്റെ പിന്നിൽ നമ്മുടെ ശത്രുക്കൾ ആരോ ഒരാളുണ്ട്. അങ്ങനെ ആദർശ് ഇതിനായിട്ട് മുംബൈയിലേക്ക് പോവാണ്. ഈ വിവരങ്ങളൊക്കെ നമ്മുടെ അവന്തിക അറിയുന്നുണ്ട്. ഇതെല്ലാം തന്നെ അവന്തിക ആദർശിനൊപ്പം നിന്ന് ജ്വല്ലറിയിൽ നിന്നെല്ലാം മനസ്സിലാക്കിയെടുക്കുന്നുണ്ട്. ആദർശ് അവളോട് പറയുന്നുണ്ട്, കുറച്ച് ദിവസത്തേക്കിന് ഞാൻ ഇവിടെ കാണില്ല, ഞാൻ ഒരു ബിസിനസ് ട്രിപ്പിനായിട്ട് മുംബൈയിലേക്ക് പോവുകയാണ്. അവിടെ ആ കൊട്ടേഷന് മൂർത്തീസ് ജ്വല്ലറിയിൽ നിന്നും കൊടുത്തിട്ടുണ്ട്. എന്ത് വില കൊടുത്തും നമുക്കത് നേടിയേ പറ്റൂ. മുത്തശ്ശൻ പറഞ്ഞതുപോലെ നമ്മുടെ സ്വർണത്തിന് ഒരു പാരമ്പര്യമുണ്ട്, ഒരു പൈതൃകമുണ്ട്, ഒരു ഗ്യാരണ്ടി ഉണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ എന്തുകൊണ്ടും നമ്മുടെ സ്വർണം തന്നെ, അതുപോലെ ഡയമണ്ടിൻ്റെ കോൺട്രാക്റ്റ് അത് നമുക്ക് തന്നെ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് കോടികളുടെ നേട്ടമാണ് നമുക്കുണ്ടാകാൻ പോകുന്നത്. അതുമാത്രമല്ല, ഇപ്പം നമ്മുടെ ബിസിനസ് വളരെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഷെയർ മാർക്കറ്റിൽ പോലും നമ്മൾ വളരെ ഡൗൺ ആയി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പ്രോജക്റ്റിൽ നമുക്ക് നേടാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ ബിസിനസ്സിനെ നല്ല രീതിയിൽ ബാധിക്കും. അതേസമയം ഇത് നമുക്ക് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ അതോടുകൂടി നമ്മുടെ ബിസിനസ് തകർന്ന് തകരിപ്പണമാകാനും ഇത് മാത്രം മതി. എന്തായാലും ഇത് വളരെ ഗൗരവമായി തന്നെ കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഉടനെ തന്നെ മുംബൈയിലേക്ക് പോവുകയാണ്. അപ്പോൾ അവന്തിക ഇതെല്ലാം കേട്ടിട്ട് മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്,
പോയിട്ട് വാ, എല്ലാം നടന്ന് കണ്ടാൽ മതി. ഒന്നും നടക്കാൻ പോകുന്നില്ല. എൻ്റെ അച്ഛൻ വിചാരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നടക്കൂ. എന്തായാലും ജ്വല്ലറിക്കാരും കൊട്ടേഷൻ വെച്ചിട്ടുണ്ട്. മൂർത്തേസ് ജ്വല്ലറിയേക്കാൾ ഒരു പിടി താഴെ വെച്ച് തന്നെ നമുക്ക് ഈ കൊട്ടേഷൻ കിട്ടണം എന്നൊക്കെ വിചാരിക്കുകയാണ് അവന്തിക. അങ്ങനെ അവൾ അച്ഛനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, അച്ഛാ, ഇവിടെ മൂർത്തേസ് ജ്വല്ലറിക്കാർ കൊട്ടേഷൻ വെച്ചിട്ടുണ്ടല്ലോ, അതിലും ഒരു പിടി താഴ്ത്തി വേണം നമ്മൾ വെക്കാൻ. അതുമാത്രമല്ല, ആദർശ് ഇവിടെ നിന്ന് മുംബൈക്ക് പോവുകയാണ്. അവൻ അവിടെ പോയി അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും സ്വർണങ്ങളും ഒക്കെ പ്രസൻറ്റ് ചെയ്ത് ആ കൊട്ടേഷൻ ഒപ്പിട്ട് വാങ്ങാൻ വേണ്ടി തന്നെയാണ് അവൻ പോകുന്നത്. അപ്പോൾ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ശരിയാണ് മോളെ, നീ പറഞ്ഞതുപോലെ തന്നെ നമ്മളും കൊട്ടേഷൻ വെച്ചിട്ടുണ്ട്. അതും അനന്തപുരിക്കാർ വെച്ചതിനെക്കാട്ടിലും താഴ്ത്തി തന്നെയാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഒരു പ്രശ്നമുണ്ടല്ലോ മോളെ. എന്ത് പ്രശ്നമാണ് അച്ഛാ ഉള്ളത്? അത് പിന്നെ മൂർത്തേസ് ജ്വല്ലറിയെക്കാട്ടിലും കൊട്ടേഷൻ താഴ്ത്തി തന്നെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. എന്നാൽ മൂർത്തേസ് ജ്വല്ലറിക്കുള്ളതിൻ്റെ പാരമ്പര്യം അത് നമുക്കില്ല. ഇന്നലത്തെ മഴയ്ക്ക് മുളച്ച് വന്നതുപോലെ പൊട്ടി മുളച്ച ജ്വല്ലറിയാണ് നമ്മുടേത്. അതും എനിക്ക് പകരം ഒരു ബിനാമി ആ ഡേവിഡിനെ തന്നെയാണ് MD ആക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പാരമ്പര്യത്തിൻ്റെ പേരിലുള്ള വലിയ മഹിമയൊന്നും നമുക്ക് കിട്ടില്ല. അതുപോലെ മൂർത്തേസ് ജ്വല്ലറിയുടെ സ്വർണത്തിൻ്റെ പ്യൂരിറ്റിയും ക്വാളിറ്റിയും ഒന്നും നമ്മുടെ സ്വർണത്തിനുമില്ല. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സ്വർണത്തിന് പ്യൂരിറ്റിയും ക്വാളിറ്റിയും അതുപോലെ പാരമ്പര്യവും ഒന്നും തന്നെ ഇല്ല. മൂർത്തേസ് ജ്വല്ലറി എന്ന് പറഞ്ഞാൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ളതാണ്. മൂർത്തേസ് ജ്വല്ലറിയിലെ സ്വർണമെന്ന് പറഞ്ഞ് ആർക്കും ഒരു സംശയവുമില്ല അത് തനി തങ്കമാണെന്നുള്ളതിൽ. അതുകൊണ്ട് തന്നെ അവർ വളർത്തിയെടുത്ത ഇത്രയും നല്ലൊരു ബിസിനസ് സാമ്രാജ്യം അത് തകർത്തെറിയാൻ ഒരിക്കലും കഴിയില്ല. അത് എപ്പോഴും ഉണ്ടാവും. ഈ അമേരിക്കൻ കമ്പനി വായിച്ചു നോക്കി എല്ലാം ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ കോൺട്രാക്റ്റിൽ ഒപ്പുവെക്കാറുള്ളൂ. അതെന്തുകൊണ്ടെന്നാൽ നൂറുകണക്കിന് ജ്വല്ലറികളിൽ നിന്നാണ് ഇവർക്ക് ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള കൊട്ടേഷൻ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നത് വളരെ ശ്രദ്ധയോടെയായിരിക്കും. മൂർത്തേസ് ജ്വല്ലറിക്ക് ഇത് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അവന്തിക പറയുന്നുണ്ട്, അതൊന്നും ശരിയാവില്ല അച്ഛാ. അതെങ്ങനെ ശരിയാവാനാണ്? ഒരിക്കലും മൂർത്തേസ് ജ്വല്ലറിക്ക് ഈ ടെൻഡർ കിട്ടാൻ പാടില്ല. അതെങ്ങനെ ശരിയാവും അച്ഛാ? ഇല്ല, ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഒരിക്കലും മൂർത്തേസ് ജ്വല്ലറിക്ക് ഈ ടെൻഡർ കിട്ടാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണോ നമ്മൾ ഈ കഷ്ടപ്പെടുന്നത്? ഇതൊക്കെ കേൾക്കുമ്പോൾ നാഗേന്ദ്ര പറയുന്നുണ്ട്, അല്ല, അതങ്ങനെയല്ല മോളെ, അതിനു വേണ്ടിയിട്ടല്ല നമ്മൾ ഈ കഷ്ടപ്പെടുന്നത്. എന്നാലും അത് അങ്ങനെ സംഭവിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അവന്തിക പറയുന്നുണ്ട്, ഇല്ലിച്ച, അത് നമുക്ക് എങ്ങനെയെങ്കിലും നേടിയെടുത്തേ പറ്റുള്ളൂ. ആര് ചതിച്ചിട്ടാണേലും പറ്റിച്ചിട്ടാണേലും നമുക്ക് ആ ഇത് കിട്ടിയേ പറ്റുള്ളൂ. എങ്ങനെയെങ്കിലും അതവർക്ക് കിട്ടാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. ചതിയിലൂടെയാണെങ്കിലും അതവർക്ക് ഒരിക്കലും കിട്ടാൻ പാടില്ല. നമുക്കത് നേടിയെടുക്കാൻ എങ്ങനെയെങ്കിലും ശ്രമിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ അവന്തിക പറയുകയാണ്. അപ്പോൾ നാഗേന്ദ്രനും പറയുന്നുണ്ട്, ഞാനും അതിനെപ്പറ്റി തന്നെയാണ് ആലോചിക്കുന്നത്. എന്തായാലും ആദർശ് അവിടെ നിന്ന് മുംബൈക്ക് പുറപ്പെടാൻ തയ്യാറെടുക്കുകയല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അവന്തിക പറയുന്നുണ്ട്, അതെ, ആദർശേട്ടൻ ഇന്ന് തന്നെ പുറപ്പെടുമെന്നാണ് പറയുന്നത്. അപ്പോൾ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ആദർശ് ഇത് കോൺട്രാക്ട് സൈൻ ചെയ്യാൻ വേണ്ടി ഇവിടെ എത്താതിരുന്നാൽ പോരെ? ഒരിക്കലും അവൻ ഇവിടെ എത്തില്ല. അപ്പോൾ അവന്തിക ചോദിക്കുന്നുണ്ട്, അതെങ്ങനെയാച്ചാ? ആദർശേട്ടൻ എങ്ങനെ അവിടെ എത്താതിരിക്കും? നീ അതൊക്കെ വിട്, നമുക്കെന്തായാലും അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കാം. എന്തായാലും ഈ കോൺട്രാക്റ്റ് അത് അച്ഛൻ തന്നെ നേടിയിരിക്കും എന്നൊക്കെ പറയുകയാണ് നാഗേന്ദ്ര. അവന്തികയാണെങ്കിലും ഇതൊക്കെ കേട്ട് ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. അങ്ങനെ ആദർശ് വീണ്ടും മുംബൈയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളിലാണ്. നയനയുടെ ഇരിക്കാൻ വന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, നയനെ, ഞാൻ മുംബൈയിലേക്ക് പോവാണ്. അപ്പോൾ നയന പറയുന്നുണ്ട്, എന്താ ആദർശേട്ടാ ഇത്? അന്ന് ഇതേപോലെ ഗൾഫിലേക്ക് ഒരു പോക്ക് പോയി അന്ന് ഞാൻ വിഷമിച്ചതിന് ഒരു കയ്യും കണക്കുമില്ല. ഞാൻ എന്തോരം ആദ്യ പിടിച്ചെന്നറിയാവോ? എത്രമാത്രം വിഷമിച്ചെന്നറിയുവോ? അതും ഈ അവസ്ഥയിൽ. ഇനിയിപ്പോൾ ദേ അടുത്തത് മുംബൈയിലേക്ക്. ഇനി ആദർശേട്ടനെ പിരിഞ്ഞിരിക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല. അപ്പോൾ ആദർശ് പറയാണ്, മോളെ നയനെ, നീ ഇനി അങ്ങനെയൊന്നും പറഞ്ഞ് വാശി പിടിക്കാതെ. ഇപ്പോഴത്തെ നമ്മുടെ ജ്വല്ലറിയുടെ അവസ്ഥ നിനക്കറിയാലോ. ഓരോ ദിവസം കഴിയുന്തോറും പടിപടിയായിട്ട് താഴേക്ക് പോവാണ്. ആ ജ്വല്ലറിക്കാർ നന്നായിട്ട് നമ്മൾക്കെതിരെ കളിക്കുന്നുണ്ട്. അവർക്ക് എന്താണ് നമ്മളോട് ഇത്ര ശത്രുതയെന്ന് അറിയുന്നില്ലെങ്കിൽ പോലും അവർ നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവർ ശ്രമിക്കുന്നത്. ഇപ്പോൾ മാർക്കറ്റിൽ നമ്മുടെ ഓഹരികളുടെയൊക്കെ വില ഇടിഞ്ഞു വന്നിരിക്കുകയാണ്. അങ്ങനെയൊക്കെ
നമ്മൾ കൂപ്പുകുത്തും. അതുപോലെ നമ്മുടെ സാമ്രാജ്യങ്ങളെല്ലാം തകർന്നടിയും. ഈ ഒരു ടെൻഡർ ഇതിപ്പം നമുക്ക് ഒരു പിടിവിളി പോലെ കിട്ടിയതാണ്. ആ അമേരിക്കൻ കമ്പനിക്ക് നമ്മളൊരു കൊട്ടേഷൻ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. ആ ഒരു കോൺട്രാക്റ്റ് അത് എങ്ങനെയും നമുക്ക് നേടിയെടുക്കണം. ഇപ്പോഴത്തെ ഈ ഘട്ടത്തിൽ അത് നേടിയെടുക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ നമ്മുടെ അത്യാവശ്യവുമാണ്. അതൊരിക്കലും ആ ജ്വല്ലറിയുടെ കയ്യിലെത്താൻ പാടില്ല. അതും കൂടെ ആ ജ്വല്ലറിക്കാരെ നേടിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നിലനിൽപ്പ് വളരെ മോശമായി തീരും. അപ്പോൾ നയന പറയുന്നുണ്ട്, എന്തോ എനിക്ക് വല്ലാതെ പേടിയാകുന്നു ആദർശേട്ടാ. അന്ന് ആദർശേട്ടൻ ദുബായിക്ക് പോയപ്പോൾ അങ്ങനെ ഒരു അപകടം സംഭവിച്ചു എന്നറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ പാതി ജീവൻ പോയതാണ്. ഇതുകൂടിയാകുമ്പോൾ ഇതെങ്ങനെ സഹിക്കാൻ പറ്റുക? അപ്പോൾ നയന പറയുന്നുണ്ട്, എനിക്കെന്തോ പേടി തോന്നുന്നു ആദർശേട്ടാ. ആദർശേട്ടന് തൽക്കാലത്തേക്ക് നീ പോക്ക് മാറ്റി വെച്ചിട്ട് മറ്റാരെങ്കിലും വിടാനാവില്ലേ? അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതെങ്ങനെയാ നയനെ, ഞാൻ തന്നെ വേണ്ടേ പോകാൻ? മാത്രമല്ല മുത്തശ്ശൻ എന്നെ പറഞ്ഞ് ഏൽപ്പിച്ച കാര്യമാണിത്. അതുമല്ല അച്ഛനും ഇളയച്ചനൊന്നും പോയാൽ ഇക്കാര്യം ശരിയാവില്ല. നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് വേണം അത് ചെയ്യാൻ. ഇപ്പോൾ തന്നെ നമ്മുടെ കമ്പനിയിലെ ഈ വർക്കിൻ്റെ കാര്യത്തിൽ മുത്തശ്ശനും അച്ഛനും ചെറിയച്ഛനും ഞാനും അനിയും അങ്ങനെ എല്ലാവരും തന്നെ നല്ല ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചാണ് ഇതിവിടം വരെ എത്തിച്ചിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഈ സമയത്ത് ഞാൻ പോകേണ്ടടുത്ത് മറ്റൊരാളെ പറഞ്ഞു വിടാൻ പറ്റില്ല നയനെ, ഞാൻ തന്നെ പോയേ തീരൂ. നയനെ അപ്പോൾ പറയുന്നുണ്ട്, എന്നാൽ ശരി ആദർശേട്ടാ, എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു പേടി, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ആദർശ് നയനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. നീ അങ്ങനെ വെറുതെ ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. ഈ സമയത്ത് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് നമ്മുടെ കുഞ്ഞിന് നല്ലതല്ല. ഇപ്പോൾ എനിക്ക് മുംബൈ വരെ പോയാൽ പോരെ, അത് നിസ്സാര കാര്യമല്ലേ? അതേസമയം മുത്തശ്ശനൊക്കെ പണ്ട് എത്രയെത്ര സ്ഥലങ്ങളിലേക്ക് എന്തോരം യാത്രകൾ ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന നിലയിൽ ഈ കമ്പനിയെ എത്തിക്കാൻ സാധിച്ചത്. അങ്ങനെ പോകാൻ നേരം ആദർശ് ദേവയാനിയുടെ ഇരിക്കെ വന്നിട്ടും യാത്ര പറയുന്നുണ്ട്. ദേവയാനി പറയുന്നുണ്ട്, എന്തായാലും മോൻ വളരെ ശ്രദ്ധിച്ചു വേണം പോകാൻ. അന്ന് ദുബായി മോൻ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായ സംഭവത്തെ പറ്റിയൊക്കെ അറിഞ്ഞതിന് ശേഷം എനിക്കുണ്ടായ ആദി അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും അധികമാണ്. ആ ദിവസങ്ങളിൽ ഞാനും നയനമോളും ഒക്കെ അനുഭവിച്ച ആ വിഷമമുണ്ടല്ലോ, അത് നീ തിരിച്ചു വന്നതിന് ശേഷമാണ് ഒന്ന് മാറിയത് തന്നെ. ആദർശ് അപ്പോൾ പറയുന്നുണ്ട്, അമ്മയും ഇങ്ങനെ തുടങ്ങിയാലോ? അമ്മ ഇതൊക്കെ കാണാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായതല്ലേ. ഇപ്പോൾ ഞാനൊരു ബിസിനസ് മീറ്റിന് വേണ്ടിയിട്ടല്ലേ പോകുന്നത്, അല്ലാതെ വേറൊന്നിനും അല്ലല്ലോ. അങ്ങനെ ആദർശ് എല്ലാവരോടും യാത്ര പറഞ്ഞ് അവിടെ നിന്ന് മുംബൈയിലേക്ക് പോവാണ്. അതേസമയം ജ്വല്ലറിക്കാർ പ്ലാൻ ചെയ്യാണ്, ഒരു കാരണവശാലും ആദർശ് മുംബൈയിലേക്ക് എത്താൻ പാടില്ല. പോകുന്ന വഴിയിൽ ആദർശിനെ എവിടെയെങ്കിലും ബ്ലോക്ക് ചെയ്യണം. വല്ല ആക്സിഡൻറ്റോ മറ്റോ എങ്ങനെയെങ്കിലും ആദർശിനെ ബ്ലോക്ക് ചെയ്തേ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ ജ്വല്ലറിക്ക് നമുക്ക് ഈ പ്രോജക്റ്റ് കിട്ടുകയുള്ളൂ. അല്ലാതെ പോയാൽ മൂർത്തിസ് ജ്വല്ലറി എങ്ങനെയെങ്കിലും ഈ ടെൻഡർ നേടിയെടുക്കുമെന്ന് അവർക്ക് നന്നായി അറിയാം. അങ്ങനെ നാഗേന്ദ്രൻ എല്ലാം പ്ലാൻ ചെയ്യുകയാണ്. മുംബൈയിലേക്ക് ആദർശ് വരുന്ന വഴി ആദർശിൻ്റെ വണ്ടി ആക്സിഡൻ്റ് ആക്കുക. അതുകൊണ്ട് തന്നെ ആദർശ് ഈ കോൺട്രാക്റ്റിൽ ഒപ്പിടാതെത്താതിരിക്കുക. അങ്ങനെ ആ കോൺട്രാക്റ്റ് അത് ജ്വല്ലറിക്ക് കിട്ടുക. ആദർശ് വീട്ടിൽ നിന്ന് പോയത് ഉടനെ തന്നെ അവന്തിക അച്ഛനെ വിളിച്ച് വിവരം പറയുന്നുണ്ട്. ഈ ഫ്ലൈറ്റിനാണ് പോകുന്നതെന്നും അത് ഇത്ര മണിക്ക് അവിടെ എത്തുമെന്നുമുള്ള അങ്ങനെ ആദർശിൻ്റെ യാത്രയുടെ എല്ലാ ഡീറ്റെയിൽസും തന്നെ അവന്തിക അച്ഛനെ വിളിച്ചറിയിക്കുന്നുണ്ട്. അപ്പം നാഗേന്ദ്രൻ അവളോട് പറയുന്നുണ്ട്, എന്തായാലും മോള് വിവരങ്ങളൊക്കെ നൽകിയത് നന്നായി. ആദർശിൻ്റെ അവസാനത്തെ യാത്രയായിരിക്കും ഇത് കേൾക്കുമ്പോൾ അവന്തിയേക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അച്ഛനെല്ലാം തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അവന്തിക. നാഗേന്ദ്രൻ പറയുന്നുണ്ട്, അത് മോളെ, അച്ഛൻ അതെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെയെങ്കിലും അവനെ ഞങ്ങൾ ബ്ലോക്ക് ചെയ്യും. ഒരു കാരണവശാലും അവൻ മുംബൈയിലെത്തില്ല. അവൻ ഒരിക്കലും ആ അമേരിക്കൻ കമ്പനിയുമായിട്ട് മീറ്റപ്പ് നടത്താനും പോകുന്നില്ല. ഇത് കേൾക്കുമ്പോഴത്തേക്കിനും അവന്തിക്ക് വളരെ സന്തോഷമാണ്. ഇതോടുകൂടി നമ്മൾ വിജയിക്കും. ആദർശില്ലാതായ പിന്നെ മൂർത്തിസ് ജ്വല്ലറി കാണില്ല. മറ്റുള്ളവർക്കൊന്നും അവിടെ വരെ എത്താൻ ആവില്ല. ആദർശില്ലെങ്കിൽ എല്ലാവരും തളർന്നു പോവും എന്നൊക്കെ പറയുകയാണ് അവന്തിക. അപ്പോൾ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, അതുതന്നെയാണ് മോളെ എൻ്റെ ആവശ്യം. അതിനുവേണ്ടി ആദർശിനെ വേണം തകർക്കാൻ. അങ്ങനെ ആദർശ് പോകുന്ന വഴി മുംബൈയിലെത്തിയതിനു ശേഷം ഒരു ടാക്സി വിളിച്ച് ആദർശ് വീണ്ടും പോവാണ്. നാഗേന്ദ്രൻ്റെ ആൾക്കാർ തക്കം പാർത്തിരുന്ന് ആദർശ് പോകുന്ന വണ്ടിയിലേക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടാക്കുകയാണ്. അതോടുകൂടി ആദർശിൻ്റെ ഒരു വിവരവും കാണുന്നില്ല. ആദർശ് എവിടെ പോയെന്ന് ആർക്കും തന്നെ അറിയുന്നില്ല. മൂർത്തിസ് ജ്വല്ലറിയിൽ നിന്ന് പോയ ആദർശ് മുംബൈയിൽ എത്തിയിട്ടുമില്ല.
എന്നാൽ വിളിച്ചിട്ട് ഫോണിൽ കിട്ടുന്നുമില്ല. അതോടുകൂടി ആകെ എല്ലാവരും തന്നെ വീണ്ടും ടെൻഷൻ ആവുകയാണ്. നയനയാണെങ്കിൽ പിന്നെയും പിന്നെയും ആദർശിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു വിവരവുമില്ല, കോൾ അറ്റൻഡ് ചെയ്യുന്നേയില്ല. ഈ സങ്കടത്തിൽ നയന ദേവേനേട്ടിരിക്കെ വന്ന് പറയുന്നുണ്ട്, അമ്മേ, ആദർശേട്ടൻ എങ്ങാനും അമ്മയെ വിളിച്ചു? കുറേ നേരം കൊണ്ട് ഞാൻ ട്രൈ ചെയ്യുന്നു, പക്ഷെ കോള് കിട്ടുന്നില്ല. ഇല്ല മോളെ, എന്നെ വിളിച്ചില്ല. അപ്പോൾ നയന പറയുന്നുണ്ട്, ഈ ആദർശേട്ടൻ്റെ ഒരു കാര്യം, ഏട്ടനത് എവിടെ പോയതാ? എന്തായാലും അവിടെ എത്തേണ്ട സമയം കഴിഞ്ഞു, എന്നാൽ ഇതുവരെ വിളിച്ചിട്ടുമില്ല. വിളിച്ചാലൊട്ട് ഫോണും എടുക്കുന്നില്ല. ഇതിപ്പോൾ ദുബായി പോയതുപോലെ തന്നെയായല്ലോ അമ്മേ. അപ്പോൾ ദേവേനെ പറയുന്നുണ്ട്, മോൾ എന്തൊക്കെയായി പറയുന്നേ? ഒരിക്കലും അങ്ങനെയൊന്നും ആവില്ല. അവന് അവിടെ ചെന്ന് റൂമിലൊക്കെ ചെന്ന് ഒന്ന് ഫ്രഷപ്പ് ആയതിനു ശേഷം വിളിക്കാമെന്ന് കരുതിയായിരിക്കും വിളിക്കാത്തത്. അപ്പോൾ നയന പറയുന്നുണ്ട്, എന്താണെന്നറിയില്ല അമ്മേ, എനിക്ക് വല്ലാത്തൊരു ഭയം തോന്നുന്നു. അപ്പോൾ ദേവേനെ പറയുന്നുണ്ട്, മോൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, അവനൊരു കുഴപ്പവും സംഭവിക്കുകയില്ല. ഒരാപത്തും കൂടാതെ അവൻ തിരിച്ച് നാട്ടിൽ തന്നെ എത്തും. അങ്ങനെ സമയങ്ങൾ കുറേ പോകുന്നുണ്ട്. മുത്തശ്ശനും ജയനും അജയനും എല്ലാവരും തന്നെ ആദർശിനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആദർശിനെ കുറിച്ച് ഒരു വിവരം തന്നെ ഇല്ല. അങ്ങനെ മുത്തശ്ശൻ അവിടെയൊക്കെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ മീറ്റിങ്ങിന്റെ ദിവസമായിട്ട് പോലും ആദർശ് അവിടെ എത്തിയിട്ടില്ല. അങ്ങനെ മുംബൈയിൽ നിന്ന് മുത്തശ്ശന് കോള് വരുന്നുണ്ട്, നിങ്ങളുടെ ഈ പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു കൊട്ടേഷൻ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ MD എത്തുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ എത്തിയിട്ടില്ല. ഞങ്ങൾക്ക് ഇതിൻ്റെ നടപടിയുമായിട്ട് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. മറ്റുള്ള കൊട്ടേഷൻ തന്നിട്ടുള്ള ആൾക്കാരെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങിയാണ്. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, ആദർശ് ഇതുവരെ അവിടെ എത്തിയില്ലേ? ഇന്നലെ ഇവിടത്തേത് പോയതാണല്ലോ. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇന്നലെ വൈകിട്ട് അവൻ അവിടെ എത്തേണ്ടതാണ്, ഇതുവരെ എത്തിയില്ലേ? അവന് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചിട്ടുണ്ടാകുമോ? അപ്പോൾ അവർ പറയുന്നുണ്ട്, ഉടനെ തന്നെ ഒന്നെങ്കിൽ ആദർശ് ഇവിടെ റിപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ പകരം മറ്റാരെങ്കിലും വരണം. ഇല്ലെങ്കിൽ ഈ കൊട്ടേഷൻ ഞങ്ങൾക്ക് മാറ്റിവെക്കേണ്ടി വരും. ഇതോടെ കേൾക്കുമ്പോൾ മുത്തശ്ശൻ ആകപ്പാട് ആദ്യമാകുകയാണ്. അന്ന് ദുബായിൽ വെച്ച് ഇങ്ങനെയൊന്നും സംഭവിച്ചു. ഇപ്പോഴത്തെ മുംബൈയിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഈ ആദർശ് എവിടെ പോയിരിക്കുകയാണ്? മുത്തശ്ശൻ അവിടെ ആദർശ് റൂം എടുക്കാമെന്ന് പറഞ്ഞ ഹോട്ടലിൽ അവിടുത്തെ നമ്പറിൽ വിളിച്ച് വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ അവിടെ എത്തിയിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. മുത്തശ്ശനാണെങ്കിൽ ആകെ വല്ലാത്ത ടെൻഷൻ ആവുന്നുണ്ട്. ഇവിടെ നിന്ന് പോയ ആദർശ് ഇതുവരെയും അവിടെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ മുത്തശ്ശന് അത് താങ്ങാൻ പറ്റുന്നില്ല. അന്ന് ദുബായിൽ സംഭവിച്ച പോലെ തന്നെ ഇവിടെ സംഭവിച്ചെന്നുള്ളൊരു മുത്തശ്ശനുണ്ട്. അങ്ങനെ വീണ്ടും അനന്തപുരി ഒരു മരണ വീടിന് തുല്യമായി. നയനെ ആകപ്പാടെ കരഞ്ഞ് ഒരു വശമായിട്ടുണ്ട്. നയനെ പറയുന്നുണ്ട്, അല്ലെങ്കിലും ഇതെന്താ മുത്തശ്ശ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അന്ന് ദുബായിൽ വെച്ച് ഏട്ടൻ ജയിലിലാണെന്ന് പറഞ്ഞു. ഇതിപ്പോൾ മുംബൈയിലേക്ക് പോയയാളെ ഇതുവരെ തിരിച്ചു വന്നില്ല. എവിടെയാണെന്നോ എന്താണെന്നോ ഒരു വിവരവും അറിയാൻ വയ്യ. മുത്തശ്ശനും എത്ര ആലോചിച്ചിട്ടും ആദർശിന് എന്താ സംഭവിച്ചതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. എങ്കിലും നയനയും ദേവേനയൊക്കെ മുത്തശ്ശൻ സമാധാനിപ്പിക്കുന്നുണ്ട്. മുത്തശ്ശൻ അങ്ങനെ മുംബൈയിലുള്ള മുത്തശ്ശൻ്റെ പിടിപാടി വെച്ച് ആദർശിനെ പറ്റി ഒരുപാട് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഒരു വിവരവും കിട്ടുന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇതേസമയം അമേരിക്കൻ കമ്പനിയുടെ ഈ ടെൻഡർ ജ്വല്ലറിക്ക് തന്നെ കിട്ടുകയാണ്. കാരണം മൂർത്തീസ് ജ്വല്ലറിയിൽ നിന്ന് അതിൻ്റെ MDയോ അതിൻ്റെ ഭാരവാഹികളോ ആരും തന്നെ കൃത്യസമയത്ത് അവിടെ എത്താഞ്ഞതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അങ്ങനെ ജ്വല്ലറിക്ക് ആ ടെൻഡർ കിട്ടുകയും അതോടുകൂടി കോടികളുടെ ലാഭം ആ കമ്പനിക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഈ സംഭവത്തോടുകൂടി മൂർത്തീസ് ജ്വല്ലറി വീണ്ടും താഴേക്ക് പോവുകയാണ്. മാത്രവുമല്ല ആദർശിനെ പറ്റി ഒരു വിവരം കിട്ടാത്തത് കൊണ്ട് തന്നെ എല്ലാവരും തകർന്നിരിക്കുകയാണ്. ഈ സമയത്ത് ആനന്ദപുരിയിലേക്ക് ഒരു കോള് വരുന്നുണ്ട്. അത് ജയനാണ് അറ്റൻഡ് ചെയ്യുന്നത്. മറുതലക്കിലെ ജ്വല്ലറിയുടെ MD ആയ ഡേവിഡാണ് ഉണ്ടായിരുന്നത്. അവർ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എന്തായി, നിങ്ങളുടെ ആദർശിനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ? കിട്ടിക്കാണില്ല അല്ലേ? എന്തായാലും ആദർശ് വരാഞ്ഞത് കൊണ്ടും ഞങ്ങൾക്ക് ആ ടെൻഡർ കിട്ടി. ഞങ്ങളുടെ ജ്വല്ലറിക്ക് ഇത്രയധികം ലാഭം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഉടനെ ജയം പറയുന്നുണ്ട്, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അയക്കൂ, പക്ഷെ നിങ്ങൾ കാരണമാണ് ആദർശിന് എന്തെങ്കിലും സംഭവിച്ചതെന്ന് അറിഞ്ഞാൽ നിങ്ങളെ വെറുതെ വിടുമെന്ന് ചിന്തിക്കേണ്ട. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞങ്ങൾ എന്ത് ചതിക്കാനാ? ഇവിടെ സമയത്ത് എത്തുക എന്നുള്ളത് അത് നിങ്ങളുടെ ഉത്തരവാദിത്തമായിരുന്നു. അവനെ ഇതിലേ പോയിരിക്കുമെന്ന് ആർക്കറിയാം? എന്തായാലും നിങ്ങൾക്കിപ്പോൾ ഞങ്ങൾ മാത്രമല്ലല്ലോ ശത്രുക്കളായിട്ടുള്ളത്, വേറെ പലരുമില്ലേ? അതുപോലെ മറ്റാരെങ്കിലും അവനായിട്ട് പണി കൊടുത്താണോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക്. ഇതുവരെയായിട്ടും അവൻ മുംബൈയിൽ എത്തിയിട്ടില്ലല്ലോ. എന്തായാലും ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ ആ ടെൻഡർ ഞങ്ങൾക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്.
ഇവിടെയും ഞങ്ങൾക്ക് വിധി അനുകൂലമായിട്ടാണ് വരുന്നത്. ദുബായിൽ ഞങ്ങളുടെ ആധിപത്യം ഇപ്പോൾ സ്ഥാപിച്ചു കഴിഞ്ഞു. ഇതൊക്കെ കേൾക്കുമ്പോൾ ജലജയ്ക്കും അബിക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ജലജ സന്തോഷത്തോടുകൂടി അബിയോട് പറയുന്നുണ്ട്, എടാ അബി, ഇപ്പോൾ നമ്മുടെ സമയം നല്ലതാണെന്നാ തോന്നുന്നത്. നമ്മളെ ഇവിടുത്തെ അടുക്കളയിലിട്ട് ഇങ്ങനെ പണിയിപ്പിക്കുന്നില്ലേ, അതിൻ്റെയൊക്കെ ഫലം ഏടത്തേക്കും അതേപോലെ നയനയ്ക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ അബി ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ, എന്താ സംഭവിച്ചത്? അപ്പം ജലജ പറയാണ്, അപ്പോൾ നീ ഇതുവരെ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? അതെങ്ങനെ അറിയാനാ? നീ ഇപ്പോൾ അടുക്കള കാര്യങ്ങളും നോക്കി പുറം പണിയും ചെയ്ത് അതുപോലെ ഭാര്യയുടെ കാര്യങ്ങളും നോക്കി നടക്കുമല്ലേ? ആദർശില്ലേ, അവനെ കുറിച്ച് ഇപ്പോൾ ഒരു വിവരവും ഇല്ലെന്ന് അമ്മ എന്തൊക്കെയാ പറയുന്നത്? ആദർശിനെ കുറിച്ച് വിവരമില്ലെന്നോ? അവനെന്തോ ബിസിനസ് മീറ്റിനായിട്ട് മുംബൈയിലേക്ക് പോയെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ ജലജ പറയുന്നുണ്ട്, എടാ അതെ, അവൻ ഇതുവരെ മുംബൈയിലെത്തിയിട്ടില്ല. ഇവിടുന്ന് പോവുകയും ചെയ്തു. അങ്ങ് മുംബൈയിൽ ഫ്ലൈറ്റ് ഇറങ്ങിയെന്ന് പറയുന്നുണ്ട്. അവിടെ നിന്ന് എങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയില്ല. ഇനി വല്ലവരും തല്ലിക്കൊന്നോ അതോ തട്ടിക്കൊണ്ട് പോയോ ഒന്നും അറിയില്ല. എന്തായാലും അവൻ അവിടെ ചെല്ലാൻ പറ്റിയിട്ടില്ല. ആ മീറ്റപ്പിൽ പങ്കെടുത്തിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ജ്വല്ലറിക്ക് ആ ടെൻഡർ കിട്ടിയെന്ന് പറയുന്നതാ കേട്ടത്. എന്തായാലും അത് നമുക്കൊരു നേട്ടവും കിട്ടിയുമില്ല. അവർക്കത് നന്നായി ഉപകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് നമുക്ക് വൻ നഷ്ടം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ അബിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ആഹാ, ആ ജ്വല്ലറിക്കാർ ആ ടെൻഡർ ഏറ്റെടുത്തോ? എന്തായാലും അവർ നല്ല മിടുക്കന്മാർ തന്നെയാണ്. നല്ല 8ന്റെ പണിയാണ് മുത്തശ്ശേട്ട് കിട്ടിയിരിക്കുന്നത്. ഇനി മൂർത്തി ജ്വല്ലറിയുടെ കാർന്നവര് അനന്തമൂർത്തി തലയുയർത്തി നടക്കുന്നത് എനിക്കൊന്ന് കാണണം. ആ ദേവേനയുണ്ടല്ലോ, അവര് എന്നെ കൊണ്ട് ഈ വീട്ടിലെ പണി മൊത്തം ചെയ്യിപ്പിക്കുക. അവർ കരയുന്നത് എനിക്ക് കാണണം. അവരുടെ മകന് എവിടെയാണെന്ന് ഒരറിവും കിട്ടാതെ പൊട്ടി കരയണം അവര് എന്നൊക്കെ അബി സന്തോഷത്തോടു കൂടി പറയുകയാണ്. എന്നാൽ മുത്തശ്ശൻ ആകപ്പാട് വെപ്രാളപ്പെട്ടിരിക്കുകയാണ്. എന്താ ഈ സംഭവിക്കുന്നത്? എന്തായാലും ജ്വല്ലറിക്കാർക്ക് ഇതിനകത്ത് കൈയുണ്ടോ എന്ന് എനിക്ക് വളരെ സംശയമുണ്ട്. അവരിനി ആദർശനെങ്ങാനും അഭയപ്പെടുത്തിയിട്ടുണ്ടായിരിക്കുമോ, അതോ അവന് വല്ല അപകടവും സംഭവിച്ചിട്ടുണ്ടായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് മുത്തശ്ശൻ. അങ്ങനെ മുത്തശ്ശനോട് ഒരാൾ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇതേപോലെ മുംബൈയിലെ ഫ്ലൈറ്റ് ഇറങ്ങിയതിന് ശേഷം ആദർശ് വിളിച്ച ടാക്സി ഒരു വണ്ടി ആക്സിഡൻ്റ് ആയിട്ടുണ്ട്. എന്നാൽ വണ്ടി ഇടിച്ചതിന് ശേഷം ആദർശിനെ ആരും കണ്ടിട്ടില്ല. ആദർശിന്റെ വണ്ടി അപകടമായ സ്ഥലത്ത് വലിയൊരു കൊക്കയൊക്കെയുണ്ട്. അതിലേക്കെങ്ങാനും പോയാൽ ഒരു കാരണവശാലും ജീവനോടെ ആളെ തിരിച്ചിട്ടില്ല എന്നൊക്കെ അവിടെയുള്ളവർ പറയുന്നതായിട്ട് മുത്തശ്ശൻ അറിയുന്നുണ്ട്. ഈ കാര്യം വീട്ടിലുള്ളവരെ എല്ലാവരും തന്നെ അറിയുന്നുണ്ട്. ഇത് കേട്ടപാടെ നയന ബോധം കെട്ട് വീഴുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നയനയെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. ഈ സമയത്തൊക്കെ ആദർശിനെ പറ്റി മുത്തശ്ശനും ജയനും ഒക്കെ അന്വേഷിക്കുന്നുണ്ട്. അതിന്റെ പരിസരങ്ങളിലുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ തന്നെ ആദർശിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ അവന്റെ യാതൊരു വിവരവും കിട്ടുന്നില്ല. അങ്ങനെ എല്ലാവരും തീരുമാനിക്കുകയാണ് ആദർശ് മരിച്ചു എന്ന് തന്നെ. അവിടുത്തെ പോലീസുകാർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മരണപ്പെട്ടിട്ടുണ്ട് എന്ന്. എല്ലാവരും ഇതറിഞ്ഞ് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. അനന്തപുരിയിലുള്ളവരും ഈ കാര്യം അറിയുന്നുണ്ട്. ഇതറിഞ്ഞ നയനയാണെങ്കിലോ ഹോസ്പിറ്റലിലുമാണ്. അതേസമയം അനന്തപുരിയിലുള്ളവർ പറയുന്നുണ്ട്, മരണപ്പെട്ടിട്ട് ഇത്രയും ദിവസമായില്ലേ, അന്ത്യകർമ്മങ്ങൾ ചെയ്യേണ്ട സമയവും കഴിഞ്ഞു. അങ്ങനെ മുത്തശ്ശനും എല്ലാവരും കൂടി അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ തന്നെ തീരുമാനിക്കുകയാണ്. എന്നാൽ ഇത് ചെയ്യുന്നതിന് മുമ്പ് നയനയുടെ അനുവാദം കൂടി വേണമല്ലോ. ഈ സമയത്ത് ബോധം വന്ന നയനയോട് മുത്തശ്ശനും അജയനും ജയനും ദേവേനും എല്ലാവരും കൂടി ചെന്ന് പറയുന്നുണ്ട്, മോളെ, ആദർശിനെ പറ്റി ഇപ്പോൾ ഒരു വിവരവും കിട്ടുന്നില്ല. ഒരു ഹോസ്പിറ്റലിലും അവനെ അഡ്മിറ്റ് ചെയ്തിട്ടില്ല. എന്നാൽ അപകടം നടന്നു എന്നുള്ളത് 100% ഉറപ്പ് തന്നെയാണ്. ആക്സിഡന്റ് നടന്ന അതിന്റെ തൊട്ടടുത്തെ കൊക്കയിലേക്ക് അവൻ തെറിച്ചു വീണിട്ടുണ്ടെങ്കിൽ ജീവനോടെ കിട്ടില്ല എന്നാണ് അവിടെ ഉള്ളവരെല്ലാവരും പറയുന്നത്. അവന് ഇത്രയും ദിവസമായിട്ടും ഒരു വിവരവും ഇല്ലാത്ത സ്ഥിതിക്ക് അവൻ മരിച്ചു എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും ദിവസമായ സ്ഥിതിക്ക് അവന് വേണ്ട മരണാനന്തര ചടങ്ങുകളൊക്കെ നമുക്ക് നടത്തണം. ഇത് കേൾക്കുമ്പോൾ നയനെ ആകപ്പാടെ ഭ്രാന്ത് പിടിച്ച പോലെ കിടന്ന് കാറുന്നുണ്ട്. അവൾ പറയുന്നുണ്ട്, ഇല്ല മുത്തശ്ശ, എൻ്റെ ആദർശേട്ടന് ഒന്നും സംഭവിക്കില്ല. അദ്ദേഹത്തിന് തിരിച്ചു വരും, ഇവിടേക്ക് തന്നെ തിരിച്ചു വരും. അദ്ദേഹം എപ്പോഴും ജീവനോട് തന്നെ ഇരിപ്പുണ്ട്, ഒരിക്കലും മരിച്ചിട്ടില്ല. എത്രയൊക്കെ ആയാലും എന്നെ കാണാൻ അദ്ദേഹം വരും. അതുകൊണ്ട് മരണാനന്തര ചടങ്ങുകളൊന്നും നടത്താൻ ഞാൻ സമ്മതിക്കില്ല. ഇതൊക്കെ പറഞ്ഞ് ആദർശാകപ്പാടെ ആദർശിനെ കുറിച്ച് ഓർത്ത് നയന ഇങ്ങനെ പൊട്ടിക്കരയുകയാണ്. അങ്ങനെ നയനയുടെ പിടിവാശി മൂലം തന്നെ മരണാനന്തര ചടങ്ങുകൾ നടത്തുന്നില്ല എന്ന് മുത്തശ്ശൻ തീരുമാനിക്കുന്നു.
അങ്ങനെ എല്ലാവരും വിഷമിച്ചിരിക്കുന്ന സമയത്ത് അവന്തിക നാഗേന്ദ്രനെ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് പറയുന്നുണ്ട്, എന്തായാലും അച്ഛനെ ഞാൻ സമ്മതിച്ചു, അച്ഛൻ കിടുക്കി. നമുക്ക് ആ കൊട്ടേഷൻ കിട്ടിയത് കൊണ്ട് മാത്രമല്ല, ആദർശിനെ തന്നെ അച്ഛനങ്ങ് ഇല്ലാതാക്കിയില്ലേ. എന്തായാലും അച്ഛൻ അത് ചെയ്തതുകൊണ്ട് ഇനിയിപ്പോ ഈ വീട് തന്നെ ഒരു മരണ വീടിന് തുല്യമായി. ആ ആദർശായിരുന്നു ഈ മൂർത്തി ജ്വല്ലറിയുടെയും അനന്തപുരിയുടെയും നെടുന്തൂൺ. അതില്ലാതായതോടുകൂടി തന്നെ മുത്തശ്ശൻ തന്നെ വീണ അവസ്ഥയിലാണ്. ആ നയനയുടെയൊക്കെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണീര്, എൻ്റെ അച്ഛ, അത് കാണാൻ തന്നെ ഒരു രസമാ. എന്തായാലും അച്ഛൻ കളിച്ച കളി അത് നന്നായിട്ടുണ്ട്. അച്ഛനാണ് എം ജ്വല്ലറിയുടെ MD എന്നുള്ള വിവരം ഇവിടുത്തെ മുത്തശ്ശന് പോലും ഇതുവരെയായിട്ടും അറിയില്ല. ഇനി ഇതെല്ലാം തകർത്ത് തരിപ്പണമാക്കണം നമുക്ക്. ഇങ്ങനൊക്കെ അവന്തിക നാഗേന്ദ്രനോട് വിളിച്ച് പറയുന്നതെല്ലാം മുത്തശ്ശൻ കേൾക്കുകയാണ്. പെട്ടെന്ന് തന്നെ ദേഷ്യത്തോടെ മുത്തശ്ശൻ അവന്തികയുടെ മുന്നിലേക്ക് ചെല്ലുന്നുണ്ട്. എടി, അപ്പോ ഇതായിരുന്നല്ലേ നിന്റെ ഉദ്ദേശം? നീയായിരുന്നല്ലേ ഇതിനിടയിൽ കളിച്ചത്? അപ്പോ എന്നെയും ഇവിടുത്തെ ജ്വല്ലറിയെയും തകർത്തത് നിന്റെ അച്ഛൻ നാഗേന്ദ്രനായിരുന്നല്ലേ? അപ്പോഴേ എനിക്കറിയാമായിരുന്നു ആ ഡേവിഡിന് ഞങ്ങളുമായിട്ട് ഒരു ശത്രുതയും ഇതുവരെയും ഇല്ല. അങ്ങനെയുള്ളപ്പോൾ വ്യക്തിപരമായ എന്തോ ഒരു ശത്രുതയുടെ പേരിലാണ് ഇങ്ങനെയൊക്കെ അയാൾ ചെയ്യുന്നതെന്ന്. എന്നാൽ അതിന് പിന്നിൽ നിന്റെ അച്ഛനായിരുന്നല്ലേ? അങ്ങനെ ആ ഫോൺ മേടിച്ച് മുത്തശ്ശൻ പറയുന്നുണ്ട്, എടാ ദുഷ്ട നാഗേന്ദ്ര, നീ ആയിരുന്നല്ലേ ഇപ്പൊ ഇതിന്റെ എല്ലാം പിന്നില്? എന്നെയും എൻ്റെ കുടുംബത്തെയും തകർക്കാൻ വേണ്ടി നീ ശ്രമിച്ചതായിരുന്നല്ലേ? നീ ഞങ്ങളെ പൂർണ്ണമായിട്ടും തകർക്കാനുള്ള ശ്രമത്തിലായിരുന്നല്ലേ? എൻ്റെ ആദർശിനെ നീ എന്ത് ചെയ്തു? അവനെ നീ എന്തെങ്കിലും ചെയ്തോ? സത്യം പറഞ്ഞു. ഇത്രയും നാളും ഈ അനന്തപുരത്തി ആരെന്ന് നിനക്കറിയില്ല. എൻ്റെ ആദർശന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് നീ അറിയും. അങ്ങനെ നാഗേന്ദ്രന്റെ കള്ളത്തരങ്ങളെല്ലാം തന്നെ മുത്തശ്ശൻ കൈയോടെ പൊക്കുന്നുണ്ട്.